45,000 രൂപ നമുക്കിവിടെ പാസ്സായി കിട്ടിയിട്ടുണ്ട്. 3,400 രൂപയാണ് നമുക്ക് EMI വരുന്നത്. 17 മാസം കൊണ്ട് നമ്മൾ അടച്ചാൽ മതി. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ ആപ്പിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലോൺ എടുക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ ലോണുകൾ കൊടുക്കുന്നതിൽ നിന്ന് ഈ ആപ്ലിക്കേഷനെ ചെറുതായിട്ടൊന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെയും അവർ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ആപ്ലിക്കേഷൻ പേഴ്സണൽ ലോണുകൾ 2 മിനിറ്റാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇത്രയും വലിയ അമൗണ്ട്സ് എനിക്ക് മുന്നത്തെ വട്ടം എനിക്ക് അപ്രൂവ് ആയത് 3,60,000 രൂപയായിരുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ 45,000. നമുക്ക് വലിയ വലിയ എമൗണ്ടുകളൊക്കെ നമുക്ക് അപ്രൂവ് ആവാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ലോൺസ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാത്ത വീഡിയോയിലോട്ട് പോണേക്ക് മുന്നേ ഈ ലോൺ ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഫീഷ്യന്റ് ആയിട്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഒരു 720 എബോവ് സ്കോർ ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് 700 എങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല സ്റ്റേറ്റ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ വേണം. ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫെക്റ്റ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടും. വേറൊരു ഇൻകം പ്രൂഫും വേണ്ട. ഈ 3,60,000 രൂപ മിക്ക ബാങ്കുകളിലും നമുക്ക് സാലറി സ്ലിപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് അപ്രൂവ് ആവുന്ന എമൗണ്ട് ആണ് ഈ 3,60,000 രൂപ എന്നുള്ളത്. ഈ എമൗണ്ട് അവർ തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റിൽ നിങ്ങളുടെ സിബിൽ സ്കോറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ വന്നു പോയി എന്നൊക്കെ മാത്രം വെരിഫൈ ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ആപ്പിൽ എങ്ങനെ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പൊ ID പ്രൂഫ് ഉള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ആധാർ കാർഡ്, പാൻ കാർഡ് ഉള്ള ആർക്ക് വേണമെങ്കിലും, ബാങ്ക് അക്കൗണ്ട് ഉള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ ആപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ആപ്പിന്റെ പേര് വഴിയെ പറയുന്നതായിരിക്കും. നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോ കാണാം. ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ നമുക്ക് ഗെറ്റ് എ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ ഗെറ്റ് എ ക്യാഷിന്റെ അവിടെ കുറച്ച് കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. 100% പേപ്പർലെസ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. നമുക്ക് ഒരു തരത്തിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഫുള്ളി ഡിജിറ്റൽ ആണ്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ 26 വരെ കിട്ടും. പ്രോസസിംഗ് ഫീ ഉണ്ടാവില്ല എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്രോസസിംഗ് ഫീ ആപ്പിനകത്തില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ക്രോമിലേക്ക് ഒരു ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ലോൺ ഓഫർ ഉണ്ടോ ഇല്ലെന്ന് അവർ പറഞ്ഞുതരും. അപ്പൊ നമ്മുടെ ബാങ്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. ആ സ്റ്റേറ്റ്മെന്റ് ഫെച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് കൊടുക്കുക. ആ അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് പറ്റിയൊരു ലോൺ ഓഫർ പെട്ടെന്ന് തന്നെ കൊണ്ടുതരും. നമ്മളൊരു OTP കൊടുക്കാനുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയൊരു ലോൺ ഓഫർ അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുതരും. ഇപ്പൊ നമുക്ക് പറ്റിയൊരു ലോൺ ഓഫർ ഏതാണ് അവർ ആദ്യം നമ്മുടെ പ്രൊഫൈൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് തരാം. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അവർ ഫസ്റ്റ് വെരിഫൈ ചെയ്യുക. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എന്തോരം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, എന്ത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ്, എത്ര പൈസ പോകുന്നുണ്ട്, നമുക്ക് എന്തോരം ഹാബിറ്റ്സ് ഉണ്ട് എക്സ്പെൻസിന്, ഇതൊക്കെയാണ് അവർ വെരിഫൈ ചെയ്യുന്നത്. ഇതൊക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ വരും. അപ്പൊ നമുക്ക് ഒരു 2 മിനിറ്റിനുള്ളിൽ ഓഫർ വരുമില്ല എന്നറിയാം. അങ്ങനെ നമുക്ക് അവർ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട്. 45,000 രൂപ നമുക്ക് വന്നിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് 17 മാസത്തെ ടെന്യൂറിൽ 2.53% പെർ മന്ത് ഇൻട്രസ്റ്റില് 3,400 രൂപ EMI ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞ് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരുത്തിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിവിടെ വന്നിട്ടുള്ള എമൗണ്ട് നമുക്ക് നോക്കാൻ പറ്റും. പ്രോസസിംഗ് ഫീ എന്ന് പറയുന്നത് 0% നമുക്ക് ഒരു തരത്തിലുള്ള പ്രോസസിംഗ് ഫീ വന്നിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രീ ക്ലോസ് ചെയ്യാം. നമ്മളിത് ഫോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ക്ലോസ് ചെയ്ത് കളയാനായിട്ട് പറ്റും. നമുക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് പോലും വരില്ല. അപ്പൊ നമുക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. എമൗണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ EMI മാറ്റാം, ടെന്യൂർ മാറ്റാം, അങ്ങനെ കോർ ഓപ്ഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റമൊന്നും വരില്ല, പക്ഷെ നമുക്ക് എമൗണ്ട് മാറ്റാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് എമൗണ്ട് എൻഹാൻസ് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് ഇപ്പൊ 45,000 കിട്ടിയാണ്. അത് പോരാ, നിങ്ങൾക്ക് എമൗണ്ട് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് എൻഹാൻസ് ചെയ്യാം. നമുക്ക് EMI കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ കുറെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗെറ്റ് മോർ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോൺ ഓഫർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഗെറ്റ് മോർ ക്യാഷ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ലോൺ ഓഫർ നമുക്ക് മാറ്റാം. ലോൺ ഓഫർ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആ ലോൺ ഓഫർ കൂട്ടാനായിട്ട് അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. OTP വഴി നമ്മൾ വെരിഫൈ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് OTP വഴി വെരിഫൈ ആണ് വേണ്ടത്. അതൊന്നും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോൺ ഓഫർ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഓഫർ അവിടെ എൻഹാൻസ് ചെയ്തെടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു ലോൺ ഓഫർ അവരവിടെ കാണിച്ചു തരും. ആ ലോൺ ഓഫർ നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ബെറ്റർ ഓഫർ ഉണ്ടാവും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചൊരു കുറഞ്ഞൊരു ബെറ്റർ ഓഫർ ഉണ്ടാവും. ആ ഓഫർ അവിടെ കാണിക്കും. ഇപ്പൊ അതൊരു 2 മിനിറ്റ് അഗെയിൻ നമ്മൾ ആദ്യം കാണിച്ച പോലെ പ്രോസസിംഗ് ടൈം എടുക്കും. ആ പ്രോസസിംഗ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഒരു ബെറ്റർ ഓഫർ അവർ ഒന്നുകൂടെ കാണിച്ചു തരും. എനിക്ക് നമ്മൾ ഓൾറെഡി മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ച് വീഡിയോ ആണ്. 75,000 രൂപയാണ് അവർ എൻഹാൻസ് ചെയ്ത് തന്ന ഓഫർ. അത് നമുക്ക് ഇൻസ്റ്റന്റ്ലി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കത് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ടും പറ്റും. ഇൻസ്റ്റന്റ്ലി നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാം. സ്പോട്ടിൽ തന്നെ എമൗണ്ട് ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ക്ലോസ് ചെയ്ത് കളയാം. എടുത്ത ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കളയാം. നമ്മുടെ മാസത്തിൽ ആദ്യം നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആവുകയാണ് സ്റ്റെപ്പ്.
ഇത്രേ ഉള്ളൂ. ഈ മാൻഡേറ്ററി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ വരും നമ്മൾ പറഞ്ഞ 75,000 രൂപ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആയ കാരണം നമുക്ക് മുന്നേ അറിയാം. അപ്പോൾ ജനറേറ്റിംഗ് ബെസ്റ്റ് ഓഫർ നമുക്ക് ഇപ്പോൾ പറ്റിയൊരു ലോൺ ഓഫർ അവിടെ കാണിച്ചു തരും. 2 മിനിറ്റാണ് നോർമലി ടൈം എടുക്കുക, ചില കേസുകൾ കുറെ സമയം എടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ക്രീൻ ബാക്ക് അടിച്ച് പോവാതെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ 70,000 രൂപ നമുക്ക് 35% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വന്നേക്കുന്നത്. ഇൻട്രസ്റ്റ് വ്യത്യാസം വന്നിട്ടില്ല, എമൗണ്ട് കൂട്ടി കിട്ടിയെന്ന് മാത്രം. ഇനി നമുക്ക് ഈ ഗെറ്റ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് സിമ്പിൾ ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ലോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നവീൻ എന്നാണ് ആപ്പിന്റെ പേര്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാൻ നല്ലൊരു ആപ്പാണ്. ഹയർ എമൗണ്ട്സ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആപ്പാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി, താങ്ക് യു.